നമസ്കാരം. തെക്കോടക്കലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് തമിഴ്നാട്ടിലെ ഇലക്ഷന് ശേഷം തിരനാടകം അരങ്ങേറുകയാണ്. അതിൻ്റെ നായകനായിട്ട് വിജയ് എന്ന നടനാണ്. DMK സ്റ്റാലിനെയും വരെ തോൽപ്പിച്ചു. ADMK നിഷ്പ്രഭമാക്കി. BJPക്ക് ഒരു സീറ്റ് മാത്രം കൊടുത്ത് തമിഴ് ജനത നോൺ BJP, നോൺ DMK, നോൺ DK പാർട്ടികൾക്ക് മാൻഡേറ്റ് കൊടുക്കുകയാണ്. അവിടെ BCK എന്ന പാർട്ടി, ദളിത് പാർട്ടി, താങ്കൾ സൂചിപ്പിച്ച ദളിത് പാർട്ടിയാണ് ഇപ്പോൾ കീ ആയിട്ട് നിൽക്കുന്നത്. അവരുടെ 2 വോട്ടൂടെ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ അല്ലെങ്കിൽ ഗവർണർ ജനങ്ങളുടെ മാൻഡേറ്റിനെ അംഗീകരിക്കും. അങ്ങനെ തമിഴ്നാടിന് മുഖ്യമന്ത്രി ഉണ്ടാകും. സർ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു BJPയുടെ ത്രിശങ്കു മന്ത്രിസഭ കേരളം ഒഴിഞ്ഞു പോയി. പക്ഷേ തമിഴ്നാട്ടിലാണ് ഉണ്ടാക്കുന്നത്. അവിടെ BJP ഒരു സീറ്റ് ലഭിച്ചിട്ട് പോലും അവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ കണ്ടാൽ നമുക്കറിയാം ഇതിന്റെ പുറകിലൊക്കെ ഗവർണറുടെ പുറകിൽ BJP ആണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് നമ്മളെ പോലുള്ളവരോട് അത് വിശ്വസിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ കേരളത്തിൽ നടക്കാതെ പോയ ഒരു നാടകം തമിഴ്നാട്ടിൽ ഇപ്പോൾ അരങ്ങേറുകയാണ് സർ. അതെ, തീർച്ചയായിട്ടും ശരിയാണ്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്ന നാടകത്തിന്റെ പുറകിലെ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം. BJP, RSS, AIDMK എന്ന എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AIDMKയുമായി ചേർന്ന് NDA കക്ഷിയായി തമിഴ്നാട്ടിൽ മത്സരിച്ച് ആകെ ഒരു സീറ്റ്, ഊട്ടിയിലെ ഒരു സീറ്റ് മാത്രം കിട്ടിയ BJPയാണ് ഇന്ന് കേരള ഗവർണർ കൂടിയായ RSSന്റെ നോമിനിയായ ആർലേക്കറെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പ്രച്ഛന്ന BJP RSS മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള വൃഥാശ്രമത്തിലാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ആദ്യത്തെ രാഷ്ട്രീയ ലക്ഷ്യം BJPയുടെ ദ്രാവിഡ സംസ്കാരത്തിന്റെയും ഒരു തികഞ്ഞ ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും ഒരു സാംസ്കാരിക ഇടമായ തമിഴ്നാട് പിടിച്ചടക്കുന്നതിന് അവർ കണ്ട വഴി അവർ 2-3 വഴികൾ അവരുടെ മുന്നിലുണ്ട്. അത് ദയവായി പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, AIADMKയിലെ എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി. BJPക്ക് അതിൽ ഒരു MLA ഉള്ളൂ. അവർക്ക് ആകെ ഉള്ളത് ഏകദേശം 53 MLAമാരുള്ള AIDMKയെ ഉപയോഗിച്ച് അവർക്ക് DMKയുടെ പിന്തുണ, ഇത് വളരെ പ്രധാനമാണ്. ഏറ്റവും നിശിതമായി RSS BJP വിമർശിച്ച് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നിരുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാന ചാലക ശക്തിയായിരുന്ന DMKയുടെ പിന്തുണയോടുകൂടി ഒരു AIDMK സർക്കാർ ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം. അത് നടന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ജോസഫ് വിജയ് എന്ന നടൻ, ആ നടൻ ഇതുവരെയായി ഒരു കൃത്യമായ RSS BJP വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഗവർണർ തന്നെ വിളിക്കുന്നതിന് കാണിക്കുന്ന മടിയെ പോലും നേരിട്ട് വിമർശിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ട, ഒരു ചരിത്രം മനസ്സിലാക്കേണ്ടത് വിജയ്യുടെ നിലപാട് തിരഞ്ഞെടുപ്പിന് ഇത് നമ്മുടെ മലയാളികൾക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് എന്നെ അല്പം വിശദീകരിച്ചതിന് ശേഷം താങ്കൾ സംസാരിച്ചുകൊള്ളൂ. ഒരു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. BJP അവരുടെ ഐഡിയോളജിക്കൽ എനിമിയാണ്. അതെ, പക്ഷെ അതിനപ്പുറം അറിഞ്ഞിരിക്കേണ്ടത് വിജയ് എന്ന നേതാവിന്റെ സൃഷ്ടിയുടെ പുറകിൽ RSSന്റെ ദീർഘകാല കാഡറായിരുന്ന TCK കുമാർ ആയിരുന്നു. ഗോവിന്ദാചാര്യ എങ്ങനെ അണ്ണാ ഹസാരയുടെ സമരത്തിന് പിന്നിൽ നിന്ന് RSSന് വേണ്ടി ചുക്കാൻ പിടിച്ചുവോ അതുപോലെയായിരുന്നു കുമാർ വിജയുടെ വിജയത്തിന് വേണ്ടി തമിഴ്നാടിൽ ചുക്കാൻ പിടിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ AIDMK നയിക്കുന്ന ഒരു മന്ത്രിസഭ, അത് BJPയുടെ NDAയുടെ ബ്ലോക്കായിട്ടുള്ള ഒരു മന്ത്രിസഭ, അതിന് തികച്ചും അതിനിപ്പോ ഏറ്റവും ഒടുവിൽ DMKയുടെ പിന്തുണയോടെ, അല്ലെങ്കിൽ വിജയെ ഒരു BJP പാളയത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പിന്തുണ, ഇതും രണ്ടും നടന്നില്ലെങ്കിൽ
പ്രസിഡന്റ് ഭരണം, അതായത് അമിത്ഷായുടെ നേരിട്ടുള്ള ഭരണം. ഈ 3 കാര്യങ്ങളാണ് RSS BJP തമിഴ്നാടിൽ ഒരേ ഒരു MLA ഉള്ള NDAയുടെ ബ്ലോക്കായി നിന്നിട്ട് പോലും തമിഴ്നാടിൽ ഒരേ ഒരു MLA മാത്രമുള്ള ദുർബല ശക്തിയായ BJP ശ്രമിക്കുന്നത് ഈ 3 തരത്തിൽ തമിഴ്നാടിൽ അധികാരം പിടിക്കുവാനാണ്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, പ്രസിഡന്റ്സ് റൂൾ, AIDMKയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, അല്ലെങ്കിൽ BJPയെ അനുകൂലിക്കുന്ന ഒരു വിജയ് സർക്കാർ. ഇത് 3-നുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാനായിട്ടാണ് ഇപ്പോൾ വിജയ്ക്ക് പിന്തുണയുമായി CPI, CPM, കോൺഗ്രസ്, ഇന്ന് ഒരു പക്ഷേ VCK തിരുമാവലവൻ എന്ന ഡോക്ടർ തിരുമാവലവൻ എന്ന നേതാവിന്റെ പുറകിൽ അണിനിരന്നിട്ടുള്ള 2 MLA-മാരുള്ള VCK ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കും. ഇന്നലെ അവരുടെ പിന്തുണയുണ്ടെന്ന് വിജയ് അറിയിച്ചത് ശരിയായില്ല, അതിന് തെളിവില്ലെന്ന് ഗവർണർ പറഞ്ഞു ഒഴിവാക്കുകയായിരുന്നു. അതിന് വളരെ വൈകിയാണെങ്കിലും ഇന്ന് ഒരു പക്ഷേ VCKയുടെ പിന്തുണയുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒട്ടും വൈകാതെ കോൺഗ്രസ് 5 MLA-മാരെ ഉൾപ്പെട്ട DMKയുടെ ഭാഗമായി മത്സരിച്ച കോൺഗ്രസ് അതിവേഗം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇവിടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ അത് ഏകപക്ഷീയമായി ചെയ്തതല്ല. എനിക്ക് അറിഞ്ഞുകൂടാ, താങ്കൾക്ക് അറിയുമെന്ന്, കോൺഗ്രസ് ഒരുപാട് അപരാധം ഇവിടെ കേൾക്കുകയാണ്. അതായത് DMKയുടെ കൂടെ മത്സരിച്ച് 5 സീറ്റ് കിട്ടിയതിന് ശേഷം അവരെ വഞ്ചിച്ചുകൊണ്ട് വിജയുടെ കൂടെ പോയി എന്നുള്ള രീതിയിലുള്ള പ്രചരണം പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വാസ്തവം അതല്ല, വസ്തുത അതല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി നേരിട്ട് സ്റ്റാലിനെ വിളിച്ചിരുന്നു. ഇത് ഞാൻ ഉത്തമ ബോധ്യത്തിൽ ഉറപ്പായ വസ്തുത, ചരിത്ര വസ്തുത പറയുകയാണ്. ആ ചർച്ചയിൽ ഫലമുണ്ടായില്ല. 2 പേർക്കും യോജിക്കാൻ കഴിഞ്ഞില്ല. ഈ ഫലത്തെ നമുക്ക് എങ്ങനെ വിജയകരമായി സംയുക്തമായി നേരിടാം എന്ന രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും തമ്മിൽ നടന്ന ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടപ്പോഴാണ് കോൺഗ്രസ് 5 പേരുടെ പിന്തുണ ഏകപക്ഷീയമായി വിജയ്ക്ക് നൽകുന്നത്. അതിന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിൽ താങ്കൾ അറിയേണ്ട ഒരു കാര്യം, അതിനൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അതായത് നേരത്തെ മുതലേ രാഹുൽ ഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗമായ ശ്രീ പ്രവീൺ ചക്രവർത്തി, ഞാൻ ഇന്ന് കേട്ടത് ജയറാം രമേശ് എന്നിവർ DMK-മായിട്ട് പിരിഞ്ഞ് VCKയുടെ കൂടെ അല്ലെങ്കിൽ TVKയുടെ കൂടെ പോകണം എന്നൊരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിന്റെ ഫൈനൽ ഡിസിഷന് വേണ്ടി ജനുവരിയിലെ ഡൽഹിയിലെ എല്ലാ MP-മാരുടെയും MLA-മാരുടെയും ഒരു യോഗം രാഹുൽ ഗാന്ധി വിളിച്ചിരുന്നു, മല്ലികാർജുൻ ഖാർഗെ ഒക്കെ ആയിട്ട്. അവിടുത്തെ തീരുമാനം ഇപ്പോൾ ഇത് ചെയ്യണ്ട, TVKയുടെ കൂടെ പോകണ്ട, DMK മതി എന്ന് പറഞ്ഞു. അതിന്റെ വളരെ വോക്കലായിട്ടുള്ള ഒരു MP ആയിരുന്നു മാണിക്യം താഗോർ എന്ന MP. അദ്ദേഹമായിരുന്നു ഇത് തുടങ്ങി വെച്ചത്. അതായത് TVK ഒരു ഫോഴ്സാണ്, അവരുടെ കൂടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭാവി അവിടെയാണ്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ TVK അവർക്ക് 90 സീറ്റ് വരെ ഓഫർ ചെയ്തിരുന്നു. അതെ, തീർച്ചയായിട്ടും വളരെ 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 ശരിയാണ്. താങ്കൾ പറഞ്ഞതാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഈ തീരുമാനത്തിന്റെ പുറകിലും ഇപ്പോൾ 5 കോൺഗ്രസ് MLA-മാർ വിജയിനെ പിന്തുണയ്ക്കാൻ എടുത്ത തീരുമാനത്തിന്റെ പുറകിൽ പോലും ജനങ്ങൾക്ക് ഇപ്പോഴും അറിയാത്ത ഒരു വസ്തുത നമ്മുടെ പക്കലുണ്ട്. കാരണം ഈ 5 പേരുമായി വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയുടെ മുൻകൈയിലാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നെഹ്റു കുടുംബത്തിൽ, അതായത് കോൺഗ്രസിന്റെ തലപ്പത്ത് കേന്ദ്ര നേതൃത്വത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു തമിഴ്നാടിനെ കുറിച്ച്. സോണിയാഗാന്ധിയും ഖാർഗെയും കൂടിയുള്ള ഗ്രൂപ്പ് അവരുടെ അന്തിമ തീരുമാനമാണ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ DMKയുടെ കൂടെ പോകണം എന്ന തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധി മറിച്ച് TVKയുടെ കൂടെ പോകണമെന്ന തീരുമാനത്തിന് അനുകൂലമായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ മനസ്സില്ലാതെയാണ് അവിടെ DMK കോൺഗ്രസ് ബന്ധം താങ്കൾ സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചതുലമായി ഇടപെട്ട് വിജയ്ക്കുള്ള പിന്തുണ നൽകാൻ തീരുമാനിക്കുന്നതും 5 കോൺഗ്രസ് MLA-മാർ അത് ചെയ്യുന്നതും. അതിന് ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷേ എന്തുണ്ടായി?
സഖാക്കൾ CPM സഖാക്കൾ നേരിട്ട് സ്റ്റാലിന്റെ അടുത്ത് ചെന്ന് എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് അവർക്ക് കേട്ടത്. അവർ പറഞ്ഞത് സ്റ്റാലിൻ AIDMKയെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരിന്റെ നിലപാടെടുക്കാൻ പോകുകയാണ്. എടപ്പാടിയുടെ നേതൃത്വത്തിലുള്ള AIDMKയുടെ സർക്കാരിനെ DMK പിന്തുണയ്ക്കാൻ തയ്യാറാണ്, നിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അത് ചെയ്യണമെന്നാണ് സ്റ്റാലിൻ അവരോട് പറഞ്ഞത്. ആ നിമിഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടുപേരും DCKയുമായി ആലോചിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തീരുമാനമെടുത്ത്, ഡൽഹിയിൽ നിന്ന് തീരുമാനമെടുത്ത് TVKക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചത്. ഇത് വസ്തുതാപരമാണ്. ഇത് വെല്ലുവിളി ഞാൻ ആരുമായി സ്വീകരിക്കാൻ തയ്യാറാണ്. അത്ര ഡീപ്പ് സോഴ്സസിൽ നിന്നാണ്, തമിഴ്നാട്ടിലെ ഡീപ്പ് സോഴ്സസിൽ നിന്നാണ്, പൊളിറ്റിക്കൽ സോഴ്സസിലുള്ള പത്രപ്രവർത്തകരുമായി സംസാരിച്ച ശേഷമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസിനെ വഞ്ചകരെന്നും വിളിക്കരുത്. കാരണം അതേ അനുഭവം തന്നെയാണ് CPI CPM BCK പ്രവർത്തകർക്കും സ്റ്റാലിനിൽ നിന്നുണ്ടായത്. അപ്പോൾ സ്റ്റാലിൻ അവിടെ കാണുന്ന മുഖ്യ വൈരുദ്ധ്യം വിജയയുമായിട്ടാണ്, BJPയുമായിട്ടോ AIDMKയുമായിട്ടോ അല്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്റ്റാലിൻ കൃത്യമായി BJP RSS വിരുദ്ധ അവരെ മുഖ്യ ശത്രുവായി കാണുമെന്നാണ് കരുതിയിരുന്നതെങ്കിൽ നമുക്ക് നിരാശപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയല്ല. പക്ഷെ നിർഭാഗ്യവശാൽ വിജയുടെ രാഷ്ട്രീയവും കൃത്യമല്ല. അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ സൈദ്ധാന്തിക ശത്രു RSSും രാഷ്ട്രീയ ശത്രു DMKയും എന്ന് പറഞ്ഞത് ശരി തന്നെ. അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം കോൺഗ്രസും CPMുമായിട്ടാണ് യഥാർത്ഥ മത്സരം. അപ്പൊ അതുകൊണ്ട് ഇന്ന് BJPയുടെ അധികാരത്തിൽ വരുന്നത് തടയാൻ, 3 വഴിയിലൂടെ വരുന്നത് തടയാനുള്ള ഏക മാർഗം വിജയുമായി സഹകരിച്ചുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുക. ആ മുന്നണിയെ RSS BJPയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിരക്തമാകുന്ന ഒരു നേതൃത്വം കൊടുക്കാൻ സഹായിക്കുക. അതിന് VCKയുടെ പങ്കാളിത്തം വളരെ പ്രധാനമാണ്. തിരുമാവലവൻ എന്ന് പറയുന്ന നേതാവിന് രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിന് ദളിതരുടെ രാഷ്ട്രീയത്തിനൊപ്പം ഒരു ക്രിസ്ത്യൻ, ആദ്യം ഒരു മനസ്സിലാക്കണം, തമിഴ്നാട് 87% ഒരു ഹിന്ദു മതമുള്ളതിൽ വിശ്വസിക്കുന്നവരാണ്. 6% ക്രിസ്ത്യാനികൾ, 6% മുസ്ലിംസ്, പിന്നെ ദളിതർ. ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ RSS BJPക്ക് പിടിമുറുക്കാൻ ഒരു ചെറിയ സ്ഥലം കൊടുക്കുക എന്നാൽ, സൂചി കുത്താൻ സ്ഥലം കൊടുക്കുക എന്നാൽ നമ്മുടെ ഇടതുപക്ഷ സാംസ്കാരികമായി ഹിന്ദുത്വയ്ക്ക് തെക്കേ ഇന്ത്യയിൽ കടന്നു വരാനുള്ള വഴി തുറക്കുകയാണ്. അതുകൊണ്ട് ഈ 118 സീറ്റ് വേണം. അത് കൃത്യമായി, അത് എത്ര കാലം നിൽക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ പല MLAമാരെയും വലിയ വിലയ്ക്ക് തട്ടിയെടുത്തു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. 15 MLAമാരെ പല റിസോർട്ടുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ദിനകരന്റെ ഒരു MLA കാമരാജ് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞ് ഞാൻ വിജയിയുടെ കൂടെ അല്ല എന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ദേശീയ തലത്തിലും കേരളത്തിലും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്ര സങ്കീർണമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ചപ്പടാച്ചി പറയാൻ. അതിസങ്കീർണമായ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ്, സാംസ്കാരിക ചെറുത്തുനിൽപ്പ് ഹിന്ദുത്വക്കെതിരായി കേരളത്തിലല്ല, ബംഗാളിലല്ല, തമിഴ്നാട്ടിലാണ്. അതിനെ പോലും മറികടക്കുന്ന ഒരു വലിയ കുതന്ത്രമാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയാൻ രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷവും VCKയും ഉചിതമായ നടപടികൾ അവസാനം എടുത്തു. DMKയുടെ നിലപാട് വളരെ വേദനാജനകമാണ്. മറ്റ് ജനാധിപത്യ ശക്തികൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ വിജയ് ഒരു സെക്കുലർ രാഷ്ട്രീയം, അതായത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചയാളാണ്, മിക്സഡ് പേരൻസിൽ ഉണ്ടായ ആളാണ് അദ്ദേഹവും. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, മുസ്ലിം ലീഗ് അവിടെ ഇനിയും അഭിപ്രായം പറഞ്ഞിട്ടില്ല. 2 MLAമാരുള്ള മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർക്ക് ധർമ്മസങ്കടത്തിലാണ്. അവർക്ക് DMKയെ കൈയൊഴിയാനും വയ്യ, എന്നാൽ BJP AIDMKയെ സ്വീകരിക്കാനും പറ്റില്ല. ഇത് ധർമ്മസങ്കടമാണ് മുസ്ലിങ്ങളുടെ 6% വരുന്നത്. തങ്ങളുടെ ഒപ്പം നിന്ന് സ്റ്റാലിനെ വിടാനായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വളരെ വിഷമമുണ്ട്. എന്നാൽ അതേസമയം ആ സ്റ്റാലിൻ AIDMKയും BJPയും ഉൾപ്പെട്ട ഒരു NDA മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ തങ്ങൾ എന്ത് ചെയ്യുമെന്നതിനെ പറ്റി അവർക്ക് ആശങ്കയും. അതുകൊണ്ട് CPI CPM VCKയുടെ നിലപാടിലേക്ക് അവർക്ക് ഇപ്പോഴും പോകാൻ കഴിയുന്നില്ല. അത് വളരെ നിർണായകമാണ്. അതിനിടയ്ക്കൂടെ ഒരു സംഗതിയുണ്ട്. താങ്കൾ ദളിത് പാർട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഇവിടെ ദേശീയ നേതൃത്വത്തിൽ ദേശീയ മീഡിയയിലുള്ള മറ്റ് ചിലരൊക്കെ
ആദ്യമായി ബ്രാഹ്മൺസ് ഒരു പ്രാധാന്യം കൊടുത്ത് 3-4 MLA-മാർ ആദ്യമായി ബ്രാഹ്മൺ സമുദായത്തിൽപ്പെട്ടവർക്ക് കിട്ടി, TV-ക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ താങ്ക് ചെയ്യുന്നത് കണ്ടു. അതിന്റെ കൂടെ എൻ്റെ ഒരു പഴയ ദ്രാവിഡ ഘടകം സപ്പോർട്ടറായ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കോൺഗ്രസ് ചെയ്തത് ചതിയാണ്. അതിന് കാരണം 2 അയ്യങ്കർമാരാണ്, അതായത് ജനാ രമേശും പ്രവീൺ ചക്രവർത്തിയുമാണ് രാഹുൽ ഗാന്ധിയെ ഇതിന് പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യത്തില്ല. അവർ പോലും BJP-യുടെ ത്രട്ടല്ല കാണുന്നത്. ഇതിനകത്തൊരു ജാതിയുടെ ഒരു പ്രശ്നം, മതത്തിന്റെയും. ഇത് ദ്രാവിഡ ഘടകത്തിലുള്ളവർക്കും ബാക്കിയുള്ളവർക്കും അത് ഒഴിവാക്കാൻ കഴിയുന്നുള്ളതൊരു ഒരു സാഡ് സത്യമാണ്. അതായത് ഇവിടെ വളരെ ശരിയാണ്. അതാണ് ദേശീയ തലത്തിൽ നമുക്ക് അവർ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഈ ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള കക്ഷികളിൽ, ഇന്ത്യ ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന BJP-ക്ക് എതിരായിട്ടുള്ള ഈ ഘടനയിൽ ഉറച്ച ഐഡിയോളജിക്കൽ, സൈദ്ധാന്തികവും പ്രാവർത്തികവുമായി BJP-യെ എതിർക്കാൻ കഴിയുന്നത് കോൺഗ്രസിനും എത്ര ചെറുതാണെങ്കിലും ഇടതുപക്ഷത്തിനും ആണ് എന്ന വസ്തുത വീണ്ടും വീണ്ടും തെളിയുകയാണ്. ഒരുപക്ഷെ DMK അധികാരത്തിലില്ലാതെ ഇന്ത്യ ബ്ലോക്കിനെ തുടരുന്നതിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. കാരണം തൃണമൂൽ അങ്ങനെ തുടർന്നതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ ഇന്ത്യ ബ്ലോക്കിൽ തുടർന്നതാണ്. പക്ഷെ കനിമൊഴി എന്താണ് ചെയ്തത്? കനിമൊഴി ഉടൻ കത്തെഴുതുകയായിരുന്നു ലോക്സഭാ സ്പീക്കർക്ക്, ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ കൂടെ ഇരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. ഒരേ സമയം കോൺഗ്രസിനെയും BJP-യെയും ഒരുപോലെ ശത്രുവായി കാണുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പില്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. അതാണ് DMK-യെ പോലെ രാഹുൽ ഗാന്ധിയെ ഏറ്റവും ഉയർത്തിപ്പിടിച്ച ഒരു പാർട്ടിക്ക് പോലും അതിന്റെ പ്രാദേശിക അധികാരം നഷ്ടമാവുമ്പോൾ മുഖ്യ ശത്രു BJP എല്ലാം വിജയിയാവുന്നു. ഇത് നമ്മളെ പേടിപ്പിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ജനാധിപത്യ വിശ്വാസികളെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. നാളെ തെലങ്കാനയിൽ എന്തുണ്ടാവുമെന്ന് നമുക്കറിയില്ല. മറക്കണ്ട, കഴിഞ്ഞിട്ടില്ല. പഞ്ചാബ് വരികയാണ്. അടുത്തത് പഞ്ചാബിലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അടുത്ത വേറൊരു ഉപസംസ്കാരം, അതാ ഉപദേശീയത. ഈ തമിഴ്നാടിനെ പോലെ പഞ്ചാബികളുടെ സിഖ് ഉപദേശീയത. ബംഗാൾ പിടിച്ചു, തമിഴ്നാട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു, അടുത്തത് പഞ്ചാബ് പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനർത്ഥം ഹിന്ദു ദേശീയതയ്ക്ക് പുറത്തുള്ള എല്ലാ ഉപദേശീയതകളെയും അവർ അകത്താക്കുകയാണ്, അവർ പിടിച്ചെടുക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ കർണാടകയും തെലങ്കാനയും താങ്കൾ പറയുന്നത് പോലെ കുറച്ചു വൈകി കേരളവും BJP-യുടെ അധികാരത്തിന്റെ കീഴിൽ വരും. ഇത് മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണമാണ് ഇന്നത്തെ രാഷ്ട്രീയം. അതന്നെ കേരളത്തിലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല കേരള രാഷ്ട്രീയക്കാർക്കും കോൺഗ്രസിലും ഇടതുപക്ഷത്തും ഉള്ളവർക്ക് ഈ പദ്ധതി, BJP-യുടെ ഈ മഹാപദ്ധതി, അഖണ്ഡ ഭാരത പദ്ധതി മനസ്സിലാക്കാൻ ഉള്ള ഒരു അവസരം കൂടിയാണ് തമിഴ്നാട്. അത് കേരളത്തിൽ അത്ര വിഷമകരമല്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ തന്നെ അവർക്ക് ഹിന്ദു മെജോറിറ്റി 52% വരുന്ന ഹിന്ദു വോട്ടർമാരിൽ 1/3 ഇപ്പോൾ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളിൽ 1/3 ഇപ്പോൾ തന്നെ BJP-ക്ക് വോട്ട് ചെയ്യുന്നു. അവർ 3 സീറ്റ് ജയിക്കുന്നു. 6 സീറ്റിൽ 2ാം സ്ഥാനത്താണ്. അവരുടെ കെട്ടിവെച്ച കാശ്, അതായത് 16,000-ൽ കുറയാതെ വോട്ട് കിട്ടിയ സീറ്റുകളുടെ എണ്ണം 30-നപ്പുറമാണ്. കേരളത്തിലെ ഒരു പ്രധാന ശക്തിയാണ് കോൺഗ്രസ്, CPIM, മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ കേരളത്തിലെ ഒറ്റ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി RSS BJP എന്ന് മലയാളി തിരിച്ചറിയുന്നു. അന്ന് നമ്മൾ ഭാവിയിൽ എങ്ങനെ തമിഴ്നാട് പോലെ ആവർത്തിക്കാതിരിക്കും, ബംഗാൾ ആവർത്തിക്കാതിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. തമിഴ്നാടിനേക്കാൾ കൂടുതൽ വ്യാപകമായ RSS ശൃംഖലകളും ബഹുജന അടിത്തറയുമുള്ള പാർട്ടിയാണ് BJP കേരളത്തിൽ. അതാണ് സാർ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ, അതായത് നോൺ BJP രാഷ്ട്രീയക്കാർ ദേശീയ ഈ RSS-ന്റെ BJP-യുടെ ദേശീയ ലക്ഷ്യങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പല നാടകങ്ങളും അവർ ചെയ്യത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതെ. അതിന് മുഖ്യമായി ചെയ്യേണ്ടത് UDF-ഉം LDF-ഉം തമ്മിൽ
പരസ്പരം രാഷ്ട്രീയമായി ഏറ്റുമുട്ടുമ്പോഴും ക്രിയാത്മകമായി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ സഹകരിക്കണം. അത് ചെയ്യാനുള്ള ധൈര്യമുണ്ടാവും. അതില്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് കേരളത്തിൽ ഈ സംഗതികൾ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.